ഹലോ ഗൈസ്, ഉടൻ വരാൻ പോകുന്ന പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. പക്ഷേ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നാനയോ ദേവിയാനൊക്കെ വിചാരിക്കുന്നുണ്ട്, എന്താ ആദർശ് മോൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വല്ലാതൊരു ടെൻഷനൊക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്താ ആദർശേട്ടാ, ചന്തുമോള് വന്ന മുതൽ ആദർശേട്ടനൊരു വിഷമം പോലെ. ആദർശേട്ടൻ എന്താ എപ്പോഴും ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത് എന്നൊക്കെ നാന് ചോദിക്കുകയാണ്. അതെ ആദർശേട്ടാ, ചന്തുമോളോട് ഒരു അകൽച്ചയൊക്കെ കാണിക്കുന്നത്, ആ കുട്ടി ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല നാന. അത് മുത്തശ്ശൻ്റെ തീരുമാനമല്ലേ ആദർശേട്ടാ. മുത്തശ്ശൻ ഒന്നും കാണാതെ ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? ആ കുട്ടി ഇവിടെ വന്നിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അതിനൊന്നും ഉണ്ടാവില്ല ആദർശേട്ടാ. ചന്തുമോളൊരു നല്ല കുട്ടിയാ, അവളെ നമുക്ക് സ്നേഹിച്ച് വളർത്തണം. നാന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആദർശന് തീരെ താല്പര്യം കാണുന്നില്ല. ഇത് കാണുമ്പോൾ നാനയ്ക്ക് വല്ലാതെ സങ്കടമാകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അഭിയാണെങ്കിൽ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട് അവരോട്, എടാ ആ അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? എടാ ഞങ്ങളിവിടെ കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, എനിക്ക് തോന്നുന്നില്ല അവളെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. അവൾ മരിച്ചെന്ന് കരുതിയതല്ലേ എല്ലാവരും, എന്നിട്ട് എന്താ സംഭവിച്ചേ? മരണം സംഭവിച്ചോ? ഇല്ലല്ലോ. അതുപോലെയാ, എപ്പോഴാ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഇത്തിരി ജീവൻ അവളെ ശരീരത്തിൽ ബാക്കി വെച്ചിരിക്കുന്നത് ഇനി സത്യങ്ങൾ വെളിപ്പെടുത്താനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. സാറൊന്നും കൊണ്ടും പേടിക്കണ്ട. അങ്ങനെ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവളെ ഞാനങ്ങ് തട്ടിക്കളയും. അനഘ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അനഘയെ ഇങ്ങനെ കുറേ ദിവസം ഹോസ്പിറ്റലിൽ ഇവിടെ കിടത്താൻ പറ്റില്ല, ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. അനഘയെ ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല. ഈ സമയത്ത് അനഘയ്ക്ക് രോഗാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അനഘയുടെ അവസ്ഥ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അനഘയ്ക്ക് ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട്. കോമ സ്റ്റേജിലാണെങ്കിലും മരുന്നുകളോട് അവൾ പ്രതികരിക്കുന്നുണ്ട്. നേരിയ പുരോഗതി ഉണ്ടെങ്കിലും പഴയതുപോലെ എണീച്ച് നടക്കാനൊന്നും ഇനി അനഘയ്ക്ക് പറ്റില്ല. കുറച്ചു കാലം കൂടി നീട്ടിക്കിട്ടും, അത്രയേ ഉള്ളൂ. ഡോക്ടറെ, അപ്പോൾ ഇനി അനഘ സംസാരിക്കാനൊക്കെ തുടങ്ങുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയ മാറ്റം കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ അവൾ ചിലപ്പോൾ സംസാരിച്ചേക്കും. ഇനി സംസാരിച്ചാലും അധിക കാലമൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അബിയെ വിളിച്ചുകൊണ്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ദേ അനഘയ്ക്ക് ചെറിയ മാറ്റമൊക്കെ വന്ന് അവൾ മരുന്നുകളോടൊക്കെ പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറയാ, ചിലപ്പോൾ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന്. അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോകും. അതിനെന്തെങ്കിലും വഴി ചെയ്തേ പറ്റൂ. ഇനി അവളെ അങ്ങ് തീർക്കാനുള്ള മാർഗങ്ങളാ സാറേ ഞങ്ങൾ നോക്കുന്നത്. എന്നും വന്നിവിടെ കാവലിരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ആ ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനഘയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അനഘയുടെ റൂമിൽ ചെന്ന് അനഘ ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് അനഘ കോമ സ്റ്റേജിലായിരിക്കും. നേഴ്സ് പുറത്തു പോയ സമയം നോക്കിയിട്ടാണ് കേട്ടോ ഈ ഗുണ്ടകൾ കയറുന്നത്. ഈ സമയത്ത് അനഘയെ കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ. ഈ ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട്, തലാണി എടുത്ത് അനഘയുടെ മുഖത്തേക്ക് ശ്വാസം മുട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയത്ത് അനഘയുടെ റൂമിലേക്ക് നേഴ്സ് കയറി വരുന്നുണ്ട്. തുറക്കുന്ന ശബ്ദം കേട്ടോടെ തന്നെ തലയാണ മാറ്റിയിരുന്നു അവർ. അപ്പോൾ നേഴ്സിന് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. എന്നിട്ട് നേഴ്സ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇവിടെ കയറി വന്നിനി? കോമ സ്റ്റേജിലുള്ള ഈ കുട്ടിയുടെ അടുത്തേക്ക് കയറാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? അപ്പോൾ അവരൊരു പരിഭ്രമത്തോടുകൂടി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ കാണാൻ വേണ്ടി കയറിയേ ഉള്ളൂ. നിങ്ങളുടെ ബന്ധു ആരും ആയിക്കോട്ടെ, അനുവാദമില്ലാതെ റൂമിലേക്ക് കയറിയാൽ ഞാൻ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യും. സിസ്റ്റർ ചോദ്യങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിഭ്രമത്തോടെ അവർ പുറത്തു പോകുന്നുണ്ട്. ഈ സമയത്ത് സിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെടുക്ക് പോയി പറയുന്നുണ്ട്, അത് മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനഘ എന്ന് പറയുന്ന ആ കുട്ടിയുടെ റൂമിൽ ബന്ധുക്കളെന്ന് പറഞ്ഞ 2 ആൾക്കാർ അനുവാദമില്ലാതെ കയറിയിരുന്നു. ഞാൻ മെഡിസിൻ എടുക്കാൻ പോയ സമയത്താണ് കേട്ടോ ഇവരകത്തേക്ക് കയറുന്നത്. അവരെ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടോ. അതെ, ആ 2 പേർ എന്നെയും കാണാൻ വന്നു. ആരോഗ്യത്തിന് പുരോഗതി എന്തൊക്കെയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ചിലപ്പോൾ സന്തോഷം കൊണ്ട് കയറി നോക്കിയതായിരിക്കാം. സന്തോഷം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവരെ ആ നിൽപ്പൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കയറിയതുപോലെ എനിക്ക് തോന്നിയത്. എന്നെ കണ്ടതും അവന്മാർ വല്ലാതെ പരിഭ്രമിക്കുന്നതായി എനിക്ക് തോന്നി. തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.